അതൊരു ചർച്ചാ വിഷയമാക്കുന്നു. CPM-ലെ ആഭ്യന്തര പ്രശ്നങ്ങൾ, കുടുംബാധിപത്യം, ഏകാധിപത്യം, അതിനെതിരെ പ്രമുഖ നേതാക്കന്മാർ തന്നെ പ്രതികരിക്കുന്നു എന്നുള്ളതൊരു വലിയ ചർച്ചാ വിഷയമായിരുന്നു. പിന്നെ അവരെല്ലാവരും അവിടെ തന്നെ നിൽക്കുക, അതിൻ്റെ അകത്ത് നിന്ന് പ്രതികരിക്കാനില്ല, മറുഭാഗത്ത് രക്ഷയില്ല എന്ന് വന്നു കഴിഞ്ഞാൽ അവിടെ തന്നെ നിൽക്കാൻ ബാധ്യസ്ഥരാവില്ലേ? അപ്പോൾ പോളിറ്റിക്സിൽ എന്താണ്? CPM-നെ ഒന്ന് പരിശോധിക്കണം. MP രാഘവനെ കൊല്ലാൻ നടന്നവർ MP രാഘവനെ കൂട്ടാൻ ശ്രമിച്ചില്ലേ? ഇല്ലേ? R ബാലകൃഷ്ണപിള്ളയെ ജയിലിലടച്ചു എന്ന് അവകാശപ്പെട്ടവർ ജയിലിൽ നിന്ന് ഉമ്മൻചാണ്ടിയാണ് ഇറക്കിയതെങ്കിൽ പിന്നീട് R ബാലകൃഷ്ണപിള്ളയെ കൂട്ടിയില്ലേ? ഗണേശനെ മന്ത്രിസ്ഥാനത്ത് രാജിവെപ്പിക്കാൻ ബഹളം വെച്ചവർ രാജിവെച്ച ഗണേശനെ വീണ്ടും മന്ത്രിയാക്കിയില്ല എന്നുള്ള പരാതിയിൽ അവരവിടെ കൂട്ടിയില്ലേ? KM മാണി സാറിനെ എന്തായിരുന്നു പറഞ്ഞത്? എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? ആ മാണി സാറിനെ കൂട്ടിയില്ലേ? മാണി സാറിനെ കൂട്ടിയില്ല, മാണി സാറിൻ്റെ പാർട്ടി മകനെ കൂട്ടിയില്ലേ? അപ്പം രാഷ്ട്രീയത്തിൽ തന്ത്രപരമായ ചില നിലപാടുകൾ എടുക്കും. കോൺഗ്രസ് അത്തരത്തിൽ അവസരവാദപരമായ നിലപാടെടുത്തിട്ടില്ല, പക്ഷേ അവസരോചിതമായ നിലപാടുകൾ കോൺഗ്രസ് പാർട്ടി എടുത്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് എല്ലാ പാർട്ടിയും അവരുടേതായ വിശകലനങ്ങളും അവലോകനങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള വലിയ പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, കാരണങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇന്ന് രാവിലെ ഇന്നലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് CPM-ന്റെ എല്ലാ ജില്ലകളും അവരുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് കൂടി വളരെ കൃത്യമായിട്ട് എന്താകും ഫലം, എങ്ങനെയാകും എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ വലിയ വിലയിരുത്തലുകൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് ഒരു വിലയിരുത്തൽ പുറത്തേക്ക് വരുന്നുണ്ട്, അവരുടെ ഒരു തെരഞ്ഞെടുപ്പ് അവലോകനം. അതിൽ പറയുന്നത് വളരെ കൃത്യമായിട്ട് ശൈലജ ടീച്ചർ പേരാവൂരിൽ തോൽക്കും എന്ന് തന്നെയാണ് അവരുടെ വിലയിരുത്തൽ. എന്ന് പറഞ്ഞാൽ ശൈലജയെ മട്ടന്നൂരിൽ നിന്ന് മാറ്റി, മട്ടന്നൂരിലെ സിറ്റിംഗ് MLA ആയിരുന്നുള്ള ശൈലജയെ മട്ടന്നൂരിൽ നിന്ന് മാറ്റി പേരാവൂരിലേക്ക് പറിച്ചു നട്ടത് അന്ന് ഗോവിന്ദൻ പറഞ്ഞ ന്യായം, കാരണം ഒക്കെ എന്തായിരുന്നു? അന്ന് ഗോവിന്ദൻ പറഞ്ഞത് സണ്ണി വക്കീലിനെ തോൽപ്പിക്കാൻ ഇന്ന് CPM-ലുള്ള അതിന് സാധിക്കുന്ന ഒരേ ഒരു വ്യക്തി KK ശൈലജ ആയതുകൊണ്ടാണ് ശൈലജയെ പേരാവൂരിലേക്ക് മത്സരിപ്പിച്ചത് എന്നാണ്, അല്ലേ? അപ്പം അന്ന് തന്നെ പല ചർച്ചകളും പുറത്തേക്ക് വന്നിരുന്നു. എന്താണ് ഇത്, ശൈലജയെ ഒതുക്കുവാനുള്ള തന്ത്രമാണോ എന്നൊക്കെ രീതിയിലുള്ള വലിയ ചർച്ചകൾ വന്നിരുന്നു. എന്താണെങ്കിലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ആ ശൈലജയെ ഒതുക്കിയതാണ് എന്ന് ശൈലജ തന്നെ പറയുക, അല്ലേ? ഇപ്പം ശൈലജ ഇന്നലെ പറഞ്ഞത് സണ്ണി വക്കീലിനെ തോൽപ്പിക്കാൻ എന്നെ ഇവിടെ കൊണ്ടുവന്നിട്ടു എന്നാണ് നിങ്ങൾ പറഞ്ഞത്, പക്ഷേ സണ്ണി വക്കീൽ എന്നെ ഒതുക്കി എന്നാണ് പറഞ്ഞത്. ആര് പറഞ്ഞത്? ശൈലജ പറഞ്ഞത്. ഇപ്പം ശൈലജയെ സംബന്ധിച്ചിടത്തോളം ആ ഉറക്കമില്ലാത്ത ആളുകൾ വീണ്ടും തിരിച്ചെത്തുകയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ വന്നു, സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ഏപ്രിൽ 7 വരെ അല്ല, ഏപ്രിൽ 9 വരെ ശൈലജയ്ക്ക് നല്ല ഉറക്കം കിട്ടിയിരുന്നു. എന്താ കാര്യം? മറ്റൊന്നുമല്ല, നല്ല ചൂടായിരുന്നല്ലോ കേരളത്തിൽ. അപ്പോൾ ഈ വെയിലൊക്കെ കൊണ്ട് ഇങ്ങനെ ടയേർഡായി രാവിലെ മുതൽ വൈകുന്നേരം വരെ വെയിലത്ത് വോട്ടർമാരെ കണ്ട് വോട്ട് ചോദിച്ച് അങ്ങോട്ടോടി ഇങ്ങോട്ടോടി, അവിടെ പ്രചരണം ഇവിടെ പ്രചരണം, ഇവിടെ കൺവെൻഷൻ അവിടെ കൺവെൻഷൻ, എല്ലാം കൂടി വലിയ ജഗപുക, വലിയ ബിസി ഷെഡ്യൂൾ. ആ സ്കെഡ്യൂളിനിടയിൽ വലിയ ക്ഷീണം, അപ്പോൾ ഇടയിലൊന്ന് വിശ്രമിക്കാൻ പോലും സമയമില്ല. അങ്ങനെ എല്ലാം പാടെയായിട്ട് വൈകുന്നേരം പോയി കിടന്നു കഴിഞ്ഞാൽ ശൈലജയ്ക്ക് നല്ല ഉറക്കം, വെട്ടിയിട്ട വാഴ കിടക്കും പോലെ ഒരൊറ്റ കിടത്തം, ഒരു വലിയ ഉറക്കം. അങ്ങനെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങൾ. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് അവലോകനം കൂടി പുറത്തേക്ക് വന്നതോടുകൂടി ഇത്രയും നാൾ വടകരയിൽ തോറ്റതിൽ പിന്നെ ഷാഫിയോട് 1,15,575 വോട്ടിന് തോറ്റതിൽ പിന്നെ ഉറക്കം കിട്ടിയിട്ടില്ല. ആ ഉറക്കമില്ലാത്ത ആളുകൾ വീണ്ടും തിരിച്ചെത്തുകയാണ്. പിന്നെ ശൈലജയെ സംബന്ധിച്ചിടത്തോളം ആകെയുള്ള ഒരു സമാധാനം എന്താണെന്ന് ചോദിച്ചാൽ, മെയ് 4 കഴിഞ്ഞാൽ തന്നെപ്പോലെ ഉറക്കം നഷ്ടപ്പെട്ട കുറേ ആളുകൾ കൂട്ടത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് ശൈലജയുടെ ഒരു സമാധാനം. അപ്പോൾ എന്താ കാര്യം? അപ്പോൾ ഉറങ്ങാൻ കിടന്നു, ഉറക്കം വരുന്നില്ല, അപ്പോൾ മൊബൈൽ എടുക്കാം, ഈ ആളുകളെയൊക്കെ ഒന്ന് വിളിക്കാം. ഓ, നിനക്ക് ഉറക്കം വരുന്നുണ്ടോ, നിനക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കാം. ഇല്ലെങ്കിൽ നീ സഹിച്ചോ, ഞാനിത് കുറേ കാലമായി അനുഭവിക്കുന്നു എന്നൊക്കെ ഒരു കുത്താം എന്നൊക്കെയുള്ളതാണ് ശൈലജയുടെ ആകെയുള്ള ഒരു സമാധാനം. 4-ാം തീയതി കഴിയുമ്പോൾ എന്താണ്, കേരളത്തിൽ ബംഗാളിനേക്കാളും വലിയ ദുരന്തമായി മാറുന്ന പാർട്ടിയെയാണ് കാണാൻ പോകുന്നത്. അപ്പോൾ അവിടെ ശൈലജയ്ക്ക് ഒരു സമാധാനമുണ്ട്, തന്നെ ഒതുക്കാൻ
പേരാവൂരിലേക്ക് പറഞ്ഞു വിട്ടവർ തന്നെ തകർന്നടിയുന്ന ഒരു കാഴ്ച. അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിലൊരു ഒരു ഒരു സമാധാനം. താൻ മാത്രമല്ല, ഒതുങ്ങിയവരിൽ തന്നെ ഒതുക്കാൻ നോക്കിയവരും ഒതുങ്ങിപ്പോയി എന്നുള്ള ഒരു സമാധാനം ശൈലജയുടെ മനസ്സിലുണ്ടാകും എന്നുള്ളതാണ്. എന്താണെങ്കിലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് വലിയ വിശകലനം. ഇപ്പോൾ വേറൊരു കോമഡി എന്താണെന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ ഇന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് കഴിഞ്ഞിട്ട് കോവിന്ദൻ്റെ വാർത്താ സമ്മേളനം ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോവിന്ദൻ പറയുന്നത് 80 സീറ്റുകളും കിട്ടിയിട്ട് ഞങ്ങൾ തുടർഭരണത്തിൽ വരും എന്നാണ് കോവിന്ദൻ പറയുന്നത്. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുക, ഈ ചങ്ങായി ഇതിപ്പോൾ എവിടെ നോക്കിയിട്ടാണ് ഇത് പറയണത്? കാരണം ഈ കഴിഞ്ഞ ദിവസം ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റിന് മുമ്പ് എല്ലാ ജില്ലകളിലും ജില്ലാ സെക്രട്ടേറിയറ്റ് കൂടി അവലോകനങ്ങൾ നടത്തിയതാണ്. അപ്പോൾ അതിലൊക്കെ എല്ലായിടത്തും ഇവൻ കണ്ണൂരിൽ, കോഴിക്കോട്, കാസർഗോഡ്, വയനാട്, മലപ്പുറം ഒക്കെ എല്ലായിടങ്ങളിലും ഇത് നടത്തിയിട്ട് ഇവർ പറഞ്ഞത് രക്ഷയില്ല എന്നാണ്. ഇപ്പം മലപ്പുറത്തെക്കുറിച്ച് ഇവർ പറഞ്ഞത്, കോഴിക്കോട്ട് ഇത്രയും ദിവസം ഇവർ ഉണ്ടായ സീറ്റിൻ്റെ പകുതിയിലേറെ നഷ്ടപ്പെടുമെന്നാണ് ഇവർ തന്നെ വിലയിരുത്തുന്നത്. ഇനി മലപ്പുറത്തും അത് തന്നെയാണ് സ്ഥിതി. മലപ്പുറത്തും ഈ പറയുന്ന രീതിയിൽ 2 സീറ്റുകളിൽ പ്രതീക്ഷയുണ്ട് എന്ന്, വിജയിക്കുമെന്നല്ല, 2 സീറ്റുകളിൽ പ്രതീക്ഷയുണ്ട്. 16ൽ 2 സീറ്റ് രണ്ടിടത്ത് പ്രതീക്ഷയുണ്ട് എന്നാണ് പറയുന്നത്. ഇനി എറണാകുളത്തേക്ക് പോയാലും ഇത് തന്നെയാണ് അവസ്ഥ. എറണാകുളത്ത് 1-2 സീറ്റുകൾ കിട്ടി എന്നുള്ള ഒരു ചിന്താഗതിയിലാണ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഉടനീളം ഇത് തന്നെയാണ് അവസ്ഥ. അപ്പോൾ തൃശ്ശൂരിൽ അതിനേക്കാളും വലിയ ഗതികേട്. അങ്ങനെ എല്ലായിടത്തും കയ്യിൽ നിന്ന് പോയി എന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് കൂടിയിട്ട് ആ ജില്ലകളിലെ നേതൃത്വം വിലയിരുത്തിയിട്ട് അത് സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് പറയുമ്പോൾ കോവിന്ദൻ വന്നിട്ട് പറയാണ് 88 കിട്ടും, 80 കിട്ടും. അപ്പം ഞാനിങ്ങനെ ആലോചിച്ച്, ഈ ചങ്ങായി ഇതിപ്പോൾ എവിടെ നോക്കിയിട്ടാണ് ഇത് പറയണേ? ഇനി അതും ഇയാൾ വല്ല ഡാറ്റകൾ ഉണ്ടാക്കിയിട്ട് അങ്ങനെ പറയാണോ? അപ്പോഴും ഞാൻ ആലോചിക്കുക, ഡാറ്റ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ChatGPTക്ക് തെറ്റണം, അത് നടക്കുമോ? അല്ലെങ്കിൽ ജെമിനൈക്ക് തെറ്റണം, ഇതൊക്കെ തെറ്റുമോ എന്നിങ്ങനെ ഞാൻ ആലോചിക്കുക. അപ്പോൾ എന്തായാലും അതല്ല. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നത് സഖാക്കൾക്ക് അവരുടെ അനാലിസിസുകൾക്ക് വേണ്ടിയിട്ട് ഏതോ ഒരു AI എൻജിൻ അവരുടേതായിട്ട് അവർ സ്വന്തം വികസിപ്പിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതല്ലെങ്കിൽ 14 ജില്ലകളിലെയും ജില്ലാ സെക്രട്ടേറിയറ്റ് കൂടിയിട്ടുള്ള ആളുകൾ പറയുന്നു ഇപ്രാവശ്യം പരിതാപകരമാണ്, ഉള്ള സിറ്റിംഗ് സീറ്റുകൾ കൂടി നഷ്ടപ്പെടും, പോരാത്തതിന് കോൺഗ്രസ് UDF പിടിച്ചെടുക്കും എന്നൊക്കെ വിലയിരുത്തലുകൾ നടത്തിയിട്ട് ആ റിപ്പോർട്ട് സംസ്ഥാന സമിതിയിലേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ് 80, 88 എന്നൊക്കെ ആയത് എന്നുള്ളത് എനിക്ക് പിടുത്തം കിട്ടുന്നില്ല. അതെന്തായാലും ഇപ്പോൾ അവിടെ നിൽക്കട്ടെ. എന്താണെങ്കിലും ശൈലജയെ, സണ്ണി വക്കീലിനെ ഒതുക്കാൻ വേണ്ടിയിട്ട് ശൈലജയെ പേരാവൂരിലേക്ക് പറഞ്ഞയച്ചതാ. അവസാനം ശൈലജ കട്ടയമ്പടം മടക്കി. ഇതാണ് ശൈലജയുടെ അവസ്ഥ. ശൈലജ ഭൂലോക ഫ്രോഡാണെന്ന് തിരിച്ചറിയാൻ കേരളം അല്പം വൈകിപ്പോയി. ശൈലജ മാത്രമല്ല, സഖാക്കളും. ആ വൈകലിൻ്റെ വില എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ കേരളം ഒരു 10 വർഷം പിന്നോട്ട് നടന്നു എന്നുള്ളതാണ്. 10 വർഷം നമ്മൾ പിന്നോട്ട് നടന്നു അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ ഉമ്മൻചാണ്ടി തുടങ്ങി വെച്ച ഏറ്റവും വലിയ വികസന പ്രവർത്തനമായിരുന്നു കൊച്ചി മെട്രോ. അവസാന മിനുക്ക് പണികൾ മാത്രമായിരുന്നു ബാക്കിയുണ്ടായിരുന്നത്. എന്താ ബാക്കിയുണ്ടായിരുന്നത്? കൊച്ചി മെട്രോയുടെ പില്ലറിന് പെയിൻ്റ് അടിക്കുന്ന ജോലി മാത്രമാണ് ബാക്കിയുണ്ടായിരുന്നത് എന്ന് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് ഇറങ്ങുമ്പോൾ. എന്നിട്ട് അത് 2016. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 10 വർഷം കഴിഞ്ഞിട്ടും കൊച്ചി മെട്രോയുടെ 2ാം ഫേസ് പ്രഖ്യാപിച്ചു എന്നല്ലാതെ 10 വർഷം കൊണ്ട് സെക്കൻഡ് ഫേസ് പൂർത്തീകരിക്കാനോ അത് കംപ്ലീറ്റ് ചെയ്യുവാനോ ഇവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ മറ്റൊന്ന് ഉമ്മൻചാണ്ടിയുടെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവിടെ ഉമ്മൻചാണ്ടി അത് കഴിഞ്ഞിട്ട് ഒരു 5 വർഷം കൂടി തുടർന്നിരുന്നെങ്കിൽ എവിടെ വരെ എത്തുമായിരുന്നു? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എവിടെ വരെ എത്തുമായിരുന്നു? കൃത്യമായിട്ട് സെക്കൻഡ് ഫേസും കഴിഞ്ഞ് ഉമ്മൻചാണ്ടി കേരളത്തിലെ മറ്റേതെങ്കിലും ഒരു നഗരത്തിൽ ഇതുപോലെ ഒരു മെട്രോ റെയിൽ കൊണ്ടുവരുമായിരുന്നു. വിഴിഞ്ഞം പോർട്ട് ഇപ്പോഴും അതിൻ്റെ ആദ്യഘട്ടം മാത്രമാണ് കംപ്ലീറ്റ് ആയിരിക്കുന്നത്. വിഴിഞ്ഞം പോർട്ടിൻ്റെ ഫുൾ വർക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നെങ്കിൽ അതും തീർക്കുമായിരുന്നു. എന്ന് പറഞ്ഞാൽ 10 വർഷത്തേക്ക് പിന്നോട്ടടിച്ചു എന്ന് മാത്രമല്ല, മറ്റ് ഒരു സുപ്രധാനമായ ഒരു പ്രൊജക്റ്റും കേരളത്തിൽ കൊണ്ടുവരാൻ
കേരളത്തിൻ്റെ സർക്കാരിന്, പിണറായി വിജയൻ സർക്കാരിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വന്നു. നമുക്ക് തിരിച്ചറിവുണ്ടാകാൻ വൈകിയതാണ് ഇത്രയും വലിയ ഒരു വില കൊടുക്കാൻ നമ്മൾ വില കൊടുക്കേണ്ടി വന്നത് എന്നുള്ളതാണ്. തിരിച്ചറിവ് അല്പം വൈകിപ്പോയി. പക്ഷേ ആ തിരിച്ചറിവ് ജനങ്ങൾക്ക് രണ്ടാമതൊരു തെറ്റ് പറ്റിയില്ല. അത് കൃത്യമായിട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിലൂടെ ട്രെയിലർ കാണിച്ചു കൊടുത്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനം തീരുമാനിച്ചുറപ്പിച്ചങ്ങോട്ട് ഇറങ്ങുകയായിരുന്നു. ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ജനം ഒരവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എന്നുള്ളത്. ആ അവസരം അവരുടെ കയ്യിലെത്താൻ വേണ്ടി, ആ ദിവസത്തിന് വേണ്ടി, ആ മിനിറ്റിന് വേണ്ടി അവർ കാത്തിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിലേക്ക് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പോളിംഗ് പോയത് എന്നുള്ളതാണ്. വളരെ കൃത്യമായിട്ട് ജനം അളന്ന് മുറിച്ച് തീരുമാനിച്ചുറപ്പിച്ച്, അതും വർഷങ്ങൾക്ക് മുമ്പ് തീരുമാനിച്ചുറപ്പിച്ചു എന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പ് ദിവസം എന്ന് പറയുന്നത് ഞങ്ങളുടെ ദിനമാണ്. അത് വളരെ കൃത്യമായി എങ്ങനെ വിനിയോഗിക്കണം എന്നുള്ളത് അവർ വളരെ കൃത്യമായി തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ടായിരുന്നു, അതും വർഷങ്ങൾക്ക് മുമ്പ്. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് നമ്മൾ പോളിംഗിൽ കണ്ടത്. എന്താണെങ്കിലും ശൈലജ വടകരയിൽ ഷാഫിയുടെ കയ്യിൽ നിന്ന് കിട്ടി. ഇപ്പം പേരാവൂരിൽ അതേ ഷാഫി ഇറങ്ങിയിട്ട് സണ്ണി വക്കീലിന് വേണ്ടിയിട്ട് അടിച്ച വ്യക്തി മാത്രം മാറി. വടകരയിൽ ഷാഫി സ്വന്തം കൈ കൊണ്ട് അടിച്ചെങ്കിൽ പേരാവൂരിലെത്തിയപ്പോൾ ഷാഫി സണ്ണി വക്കീലിൻ്റെ കൈ ഇങ്ങ് പിടിച്ചിട്ട് കൊടുത്തു, മോന്തക്കൊന്നു. അതാണ് പേരാവൂരിൽ സംഭവിച്ചിരിക്കുന്നത്. എന്താണെങ്കിലും ശൈലജയും 8 നിലയിൽ പൊട്ടുമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നതല്ല, സഖാക്കൾ പറയുന്നതാ. ഞാൻ എൻ്റെ വിലയിരുത്തലല്ല, സഖാക്കളുടെ വിലയിരുത്തലാണ്. സഖാക്കൾ കൃത്യമായിട്ട് അത് വിലയിരുത്തിയിരിക്കുന്നു. സണ്ണി വക്കീലിനെ തൊപ്പിക്കാൻ കേരളത്തിൽ സഖാവായി ജനിച്ച ഒരുത്തരുമില്ല എന്ന് ഇപ്പോൾ ഗോവിന്ദൻ തന്നെ സമ്മതിച്ചിരിക്കുന്നു എന്നുള്ളതാണ്.